ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അതാണ് ശരീരവും പഞ്ചഭൂതജന്യമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത് എങ്ങനെയാണ്? ശരീരത്തെ നിലനിർത്തുന്നത് പഞ്ചഭൂത ഗുണയുക്തമായ നമ്മുടെ ആഹാരങ്ങൾ തന്നെയാണ്, അല്ലേ? ഇനി നമുക്ക് ഏതൊക്കെയാണ് ആ ഭൂതങ്ങളെന്ന് നോക്കാം. പൃഥ്വി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയാണ് ഈ പഞ്ചമഹാഭൂതങ്ങൾ എന്നറിയപ്പെടുന്ന ഭൂതങ്ങൾ. എന്താണ് പൃഥ്വി? പൃഥ്വി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഭൂമിയാണെന്നല്ലേ? ഇനി ഈ ഭൂമിയുടെ പ്രത്യേകത അല്ലെങ്കിൽ അത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏതൊക്കെ രീതിയിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പരമാണുക്കളുടെ ഖരാവസ്ഥയിലുള്ള ഭാവമാണ് പൃഥ്വി എന്നറിയപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിലെ കട്ടിയായിട്ടുള്ള, അതായത് സ്ഥൂലഭാവത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള അസ്ഥി പോലുള്ള ഉറപ്പുള്ള ഭാഗങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് ഈ പറയുന്ന പൃഥ്വിഭൂതത്തിൽ നിന്നുമാണ്. അടുത്തത് ഏതാണ്? ജലം ഭൂതമാണ്.